നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. SSC IT എക്സാമിനെ പൈത്തൺ ഗ്രാഫിക്സ് എന്ന പാഠഭാഗത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കാണാം, ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്നത് എങ്കിലും ഈ ക്വസ്റ്റ്യൻ മലയാളത്തിലും പറയും. ഫ്രം ദി ഫോളോയിങ് സെലക്ട് വൺ ദാറ്റ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇപ്പോൾ താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം, പൈത്തൺ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്, C++ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്, ജാവയും അത് തന്നെയാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മൾ ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തത് ഏതെന്നാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. അല്ലാത്തത് ഏതെന്നാണ്. നമുക്കറിയാം, സ്കാനറാണ്. സ്കാനർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, മറിച്ച് അത് എന്താണ്, ഒരു ഡിവൈസാണ് അല്ലേ, സ്കാനർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദി ഫോളോയിങ് സെലക്ട് വൺ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇപ്പോൾ ഈ ചോദ്യം തന്നെ മറ്റൊരു രീതിയിലാണ്. താഴെ കൊടുത്തതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ നേരത്തെ ചോദ്യം എന്തായിരുന്നു? കൊടുത്തതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തത് എന്നാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് എന്നാണ്. ഇപ്പോൾ റൈറ്റർ കൊടുത്തിട്ടുണ്ട്, ജിയോജിബ്ര, ജിംബ്, പൈത്തൺ. നമുക്കറിയാം, റൈറ്റർ, ജിയോജിബ്ര, ജിംബ് എല്ലാം ആപ്ലിക്കേഷൻസാണ്, സോഫ്റ്റ്വെയർസാണ് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈത്തൺ ആണ്. അപ്പോൾ പൈത്തൺ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിൽ പോവാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IDE? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. IDEയുടെ ഫുൾ ഫോം എന്താണെന്നാണ്. IDEയുടെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. കാരണം IDEയിൽ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം IDEയുടെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ്. നാലാമത്തെ ചോദ്യം. ഫ്രം ദി ഫോളോയിങ്, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ചൂസ് ദ IDE ദാറ്റ് ആർ യൂസ് ടു റൈറ്റ് പ്രോഗ്രാംസ് ഇൻ പൈത്തൺ ലാംഗ്വേജ്. പൈത്തൺ ലാംഗ്വേജ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ പൈത്തൺ ലാംഗ്വേജിൽ പ്രോഗ്രാംസ് എഴുതാൻ ഉപയോഗിക്കുന്ന IDEകൾ ഏതൊക്കെയെന്നാണ്. അതിൽ IDEയിൽ കൊടുത്തിട്ടുണ്ട്, GD കൊടുത്തിട്ടുണ്ട്, ടർബോ C++, VBIDE. അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് Aയും Bയും. IDEയിലും ജീനിയുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യമാണ്. നോർമലി വെൻ യു എക്സിക്യൂട്ട് എ ജനറൽ പർപ്പസ് പ്രോഗ്രാം ഇൻ IDLE ദ ഔട്ട്പുട്ട് വിൽ ബി ഷോൺ ഇൻ ദി വിൻഡോ. ഏത് ക്ഷമിക്കണം, ഓക്കെ, നമുക്കറിയാം, നമ്മൾ IDLE ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്ന വിൻഡോ ഏതാണ്? ഏത് വിൻഡോയിലാണ് നമ്മൾ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുക? പൈത്തൺ ഷെൽ വിൻഡോയാണ്. ഏത് വിൻഡോയിലാണ് IDLEൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നത്? പൈത്തൺ ഷെൽ വിൻഡോ. ഓക്കെ, പൈത്തൺ ഷെൽ വിൻഡോ. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദ ഔട്ട്പുട്ട് എ പ്രോഗ്രാം റിട്ടൺ ഇൻ പൈത്തൺ ഈസ് ഗ്രാഫിക്കൽ ദെൻ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ എ വിൻഡോ. ഓക്കെ, പൈത്തൺ ലാംഗ്വേജിലാണ് എന്താണ് പ്രോഗ്രാം എഴുതപ്പെടുമെങ്കിൽ, പ്രോഗ്രാം തയ്യാറാക്കപ്പെട്ടതെങ്കിൽ അതൊരു ഗ്രാഫിക്കൽ ഇമേജ്, ഒരു ഗ്രാഫിക്കൽ എലമെൻ്റാണ്, ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എഴുതപ്പെട്ടത് എങ്കിൽ അത് ഏത് വിൻഡോയിലാണ് അപ്പിയർ ചെയ്യപ്പെടുക എന്നാണ്. പൈത്തൺ ഗ്രാഫിക് വിൻഡോയിലാണ് അത് അപ്പിയർ ചെയ്യപ്പെടുക. ഓക്കെ, അതായത് പൈത്തണിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട, പൈത്തൺ ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്യപ്പെട്ട ഔട്ട്പുട്ട് ഒരു ഗ്രാഫിക്കൽ ഇമേജ് ആണെങ്കിൽ, ഗ്രാഫിക്കലായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് പൈത്തൺ ഗ്രാഫിക് വിൻഡോയിലാണ് അപ്പിയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് വിച്ച് ഇൻ ദി അസോസിയേറ്റഡ് സോഫ്റ്റ്വെയർ ടു ക്രിയേറ്റ് ജോമെട്രിക് ഷേപ്സ് ഇൻ പൈത്തൺ. അപ്പോൾ നമുക്ക് പൈത്തണിൽ ജോമെട്രിക് ഷേപ്സ്, ഈ സർക്കിൾ അങ്ങനെയുള്ള ജോമെട്രിക്കൽ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ടേർട്ടിലാണ്. ടേർട്ടിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജോമെട്രിക്കൽ ഷേപ്പ് പൈത്തൺ ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ടേർട്ടിൽ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അടുത്തത്, ഇനി കുറേ കമാൻഡ്സിനെ കുറിച്ചിട്ടാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു ആഡ് ഇൻ ദ സ്റ്റാർട്ടിംഗ് ഓഫ് എ പൈത്തൺ പ്രോഗ്രാം ടു വർക്ക് ഗ്രാഫിക് കമാൻഡ്സ്. ഗ്രാഫിക് കമാൻഡുകൾ നമ്മൾ നൽകുന്ന സമയത്ത്, ഗ്രാഫിക് കമാൻഡുകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ, ഒരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ്? ഒരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഗ്രാഫിക് കമാൻഡ്സ് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏത് എന്നാണ് ചോദ്യം. ആദ്യം കൊടുക്കുന്ന കമാൻഡ് ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട്. ഓക്കെ,
ഒരു താഴെ കൊടുത്തതിൽ ഏത് കമാൻഡാണ് ഫോർവേഡ് 100 ഒരു 100 പോയിൻ്റ് ഒരു 100 ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കമാൻഡ് ഏതാണെന്നാണ് ഫോർവേഡ് 100 എന്ന ലക്ഷ്യത്തോട് അല്ലെങ്കിൽ അതേ ഉപയോഗം വരുന്ന കമാൻഡ് ഏതെന്നാണ് FD100 ആണ്. കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഫോർവേഡിലെ FDയും ആദ്യത്തെയും അവസാനത്തെയും ലെറ്റേഴ്സാണ് FD100. ഓക്കെ ഓക്കെ ഇതേപോലെ തന്നെ റൈറ്റ് 90 പോയിൻറ്റ്സ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതെന്നാണ് അത് RT90 ആണ്. RT90. A loop statement contains another loop statement then it is called nested loop. ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉൾക്കൊള്ളുന്ന മറ്റൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. ഓക്കെ ഇനി നോക്കുക. ഡാഷ് കമാൻഡ് ഈസ് 12ാമത്തെ ചോദ്യമാണ്. ഡാഷ് കമാൻഡ് ഈസ് യൂസ് ടു ഗിവ് ഡിഫറെൻറ്റ് കളേഴ്സ് ടു ജോമെട്രിക് ഷേപ്സ് ക്രിയേറ്റഡ് ഇൻ പൈത്തൺ ഗ്രാഫിക് വിൻഡോ. നമ്മൾ പൈത്തൺ ഗ്രാഫിക് വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ജോമെട്രിക് ഷേപ്പുകൾക്ക് കളർ നൽകാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഇത്. ഇതാ നിങ്ങൾക്ക് കാണാം കളർ എന്ന് എഴുതിയ ശേഷമുള്ള ഈ ഒരു കമാൻഡ്. ഓക്കെ കളർ എന്നാണ് ആ കമാൻഡിൻ്റെ പേര്. ഓക്കെ താഴെ കൊടുത്തത് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. താഴെ കൊടുത്ത ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് 4 ആണ്. വാട്ട് ഈസ് ദ ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് ഫോർ റിമൂവിങ് എവറിത്തിങ് ഫ്രം ടേർട്ടിൽ ഗ്രാഫിക്സ് വിൻഡോ. ടേർട്ടിൽ ഗ്രാഫിക്സ് വിൻഡോ നമ്മൾ പലതും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് കരുത്. അതെല്ലാം ഒന്നിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഇവിടെ ക്ലിയർ എന്നുള്ള കമാൻഡാണ്. നിങ്ങൾക്ക് കാണാം ക്ലിയർ ഈ ഒരു കമാൻഡ് ആണ് ഉപയോഗിക്കുക. ഓക്കെ ഫ്രം ദി ഫോളോയിങ് ചൂസ് ദ റൈറ്റ് കമാൻഡ് ടു യൂസ് സ്റ്റാർട്ട് ഫില്ലിംഗ് കളേഴ്സ് ടു ജോമെട്രിക് ഷേപ്സ്. നമ്മൾ വരച്ച ജോമെട്രിക് ഷേപ്പിൽ കളർ ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ഒരു നിറം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതെന്നാണ്. കുറേ കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ begin_fill എന്ന ഈ ഒരു കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ അത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രം ദി ഫോളോയിങ് ചൂസ് ദ റൈറ്റ് കമാൻഡ് യൂസ് ടു സ്റ്റോപ്പ് ഫില്ലിംഗ് കളേഴ്സ് ഫില്ല് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് end_fill ആണ്. നേരത്തെ നമ്മൾ begin_fill കളർ കൊടുക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് end_fill എന്നുള്ള ഈ കമാൻഡാണ്. ഓക്കെ ഇനി വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി കമാൻഡ് FD. ഈ ഒരു കമാൻഡിൻ്റെ ലക്ഷ്യം എന്താണ്? മൂവ് ദി ടേർട്ടിൽ ടു റൈറ്റ്. ടേർട്ടിൽ മുന്നോട്ട് നീങ്ങാൻ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഈ ഒരു കമാൻഡിൻ്റെ ലക്ഷ്യം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കമാൻഡ് സർക്കിൾ. ഈ ഒരു കമാൻഡിൻ്റെ ലക്ഷ്യം എന്താണ്? മൂവ് ദ ടേർട്ടിലിനെ സർക്കിൾ മോഷൻ. ടേർട്ടിൽ ഒരു സർക്കിൾ രൂപത്തിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കിൾ എന്ന കമാൻഡ് ഉപയോഗിക്കുക. ഓക്കെ വാട്ട് ഈസ് ദ യൂസ് ഓഫ് കമാൻഡ് ഡോട്ട് എന്ന ഈ ഒരു കമാൻഡിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു പോയിൻ്റ് നമ്മുടെ ഗ്രാഫിക് സ്ക്രീനിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഡോട്ട് എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കമാൻഡിൻ്റെ ലക്ഷ്യം. 19ാം ചോദ്യം വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി കമാൻഡ് പെൻ കളർ എന്ന ഈ ഒരു കമാൻഡിൻ്റെ ഉദ്ദേശം എന്താണ്? സ്പെസിഫൈ ദ കളർ ഓഫ് ദി ലൈൻ ടു ബി ഡ്രോൺ ഓൺ ദി സ്ക്രീൻ. നമ്മൾ സ്ക്രീനിൽ വരയ്ക്കുന്ന നമ്മളൊരു ലൈൻ വരയ്ക്കും. ആ ലൈനിൻ്റെ കളർ ഇപ്പോൾ ഇതിലൂടെ റെഡ് കളർ വരുന്ന പോലെ ലൈനിൻ്റെ കളർ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് ഈ പെൻ കളർ എന്ന് പറയുന്നത്. ഓക്കെ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി കമാൻഡ് പെൻ സൈസ് എന്ന ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈനിൻ്റെ കട്ടി വർദ്ധിപ്പിക്കുക. നമ്മൾ ഈ വരയ്ക്കുന്ന ലൈൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് അതിൻ്റെ കട്ടി വർദ്ധിപ്പിക്കാൻ തിക്നെസ് വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് പെൻ സൈസ് എന്നുള്ള കമാൻഡിൻ്റെ ഉദ്ദേശം. എങ്കിൽ റൈറ്റ് എന്ന കമാൻഡ് 21ാം ചോദ്യം റൈറ്റ് എന്ന കമാൻഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടു ടേൺ ദ ടേർട്ടിൽ ടു ദി റൈറ്റ് അക്കോർഡിംഗ് ടു ഗിവൺ ആംഗിൾ. തന്നിരിക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിൾ പ്രകാരം അതിലുള്ള ഒരു ആംഗിൾ പ്രകാരം ടേർട്ടിൽ റൈറ്റ് സൈഡിലേക്ക് വലതുവശത്തേക്ക് നീങ്ങാനുള്ള കമാൻഡാണ് റൈറ്റ് എന്നുള്ളത്. ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ്, ചില കമാൻഡ്സ് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുള്ള ഒരു പാഠഭാഗമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി എന്ന് മാത്രമാണുള്ളത്. ഓക്കെ താങ്ക് യു.